ഒരു ഒടുക്കത്തെ നിസ്കാരം ഇനി ഇവിടെ വെച്ചാൽ നായ്ക്കളും കണ്ട അത് മതി. ഷിഹാബേ വേണ്ടടാ, പാവടവൻ, അവനെ കൊല്ലണ്ട. പിന്നെ അവന് കൊടുക്കാനുള്ള 20,000 റുപ്യ ഈ കൊടുക്കണ പന്നി. ചോദിക്കുമ്പോ കള്ള്, പൈസക്ക് പൈസ, ഇതെല്ലാം തിന്നിട്ട് തന്നെ പോത്തുകൾ നടക്കാനല്ല. കുറച്ച് ധൈര്യം വേണം ആണുങ്ങളായ ഇവനെ കണ്ടു പഠിക്കേ. കടം കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചതിനാണ് സാദിഖിന് വകവരുത്തുമെന്നോർത്ത് വല്ലാതെ കുറ്റബോധം തോന്നി സാർ. പക്ഷേ ഞാൻ നിസ്സഹായനായിരുന്നു. ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് അടിവാരത്ത് വണ്ടി നിർത്തിച്ചു. എന്നാൽ സാദിഖ് കാണാതെ മറ്റൊരു കടയിൽ കയറി ഒരു കഷ്ണം കയറ് വാങ്ങി. നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. സാദിഖ് ഇറങ്ങി ഓടുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാനായിരുന്നു ഞാൻ പുറത്ത് കാവൽ നിന്നത്. സാദിഖ് പുറത്തേക്ക് വന്നില്ല. ഷിഹാബും സുരേഷും കൂടി തങ്ങളുടെ ജോലി പൂർത്തിയാക്കിയിരുന്നു. ഷിഹാബും സുരേഷും ഇപ്പോൾ എവിടെയുണ്ട്? അറിയില്ല സാർ. നിനക്കറിയില്ല? സത്യമായിട്ട് എനിക്കറിയില്ല സാർ, അറിയില്ല. പറയാ പിള്ളേ ജീപ്പ് എടുക്ക്. ഒരു മിനിറ്റ്, അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യാനുണ്ട്. എനിക്ക് ധൃതിയുണ്ട്. ഇപ്പോൾ വരൂ.
നാശം. വലിച്ച് കേട്ടിടുന്നു വണ്ടിയിൽ. മോളെ ആയിഷോ ഈ ഇങ്ങനെ ആയാല് നമ്മളെ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ആരാ ഉണ്ടാകുക? ഇപ്പല ടീച്ചർ വരുന്നുണ്ടല്ലോ. ആ എന്റെ സാധിക്കുമ്പോ പോയതോട് കൂടി എന്റെ വീടിന്റെ വളക്ക് കെട്ടും. ആർക്കും ഒരു മുണ്ടാട്ടമില്ല. മോളെ ഇപ്പാരൊട്ടിയാ ഗ്ലാസ് ഒത്തുകൊണ്ട് വെച്ചാ ഉപ്പ എന്താ അത്? എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം. ഞാൻ ഇന്ന് കൂലിപ്പണിക്ക് പോയിരുന്നു. മോനെ എന്റെ സാധിക്കും മോനെ പഠിപ്പിക്കാൻ പറ്റാത്ത ദുഃഖം കൊറേ അനുഭവിച്ചോനെ ഈ ബാപ്പ. ഇയ്യും അങ്ങനെ ആയാ പറ്റൂല. ഇയ്യു പഠിക്കാൻ പോണം. ഞാൻ ഇനി പഠിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ ഇക്ക തുടങ്ങി വെച്ച കുറെ കാര്യങ്ങൾ ബാക്കിയില്ലേ, അതൊക്കെ പൂർത്തിയാക്കാൻ ഉപ്പാനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയോ? എന്റെ കുട്ടിക്ക് ആദ്യം കിട്ടിയ കൂലിയല്ലേ, ഇതിന്റെ മോൻ തന്നെ കയ്യിൽ വെച്ചോ. അത് വേണ്ടുപ്പാ. ഇന്നു മുതൽ ചെലവാക്കാൻ ഒരു കൈ മതി. എൻ്റെ കൈ അത്രയ്ക്ക് നല്ലതല്ല. റിയാസ്, എങ്ങോട്ടെല്ലാവരും? ഞങ്ങള് റിയാസിന്റെ ഫ്രണ്ട്സാ. പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾക്കുള്ള സ്ഥലം ഇതാ. വീട്ടിനകത്ത് നിറങ്ങിയുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ഇവിടെ വേണ്ട. എൻ്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഇക്കടപെടണ്ട. നിന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ നമ്മുടെ കുടുംബകാര്യമാണ് പറഞ്ഞത്. ഇവരകത്തേക്കൊന്ന് കയറിയാൽ ഈ കുടുംബം പൊളിഞ്ഞു വീഴുവോ? പ്രായം തികഞ്ഞൊരു പെണ്ണുണ്ടാകത്ത് അടുക്കള വരെ നിറങ്ങുന്ന നിന്റെ ഈ സുഹൃത്തുക്കൾക്കിടയിലൂടെ അകത്തുള്ള സ്ത്രീകൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട്. വീട്ടിനകത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ സ്വാതന്ത്ര്യം നൽകുന്നതല്ല ഫ്രണ്ട്ഷിപ്പ്. എനിക്കുമുണ്ട് കുറെ സുഹൃത്തുക്കൾ. അവരൊക്കെ ഇവിടെ വരാറുമുണ്ട്. അവരിൽ ഒരാൾ പോലും അനാവശ്യമായി ഈ വാതിൽപ്പടി കടന്നിട്ടില്ല. എടാ റിയാസേ, ഞങ്ങൾ പോകുന്നു. എടാ പോവരുത് പ്ലീസ്. ഇയാൾ ഇവരല്ല പലതും പറയും. എടാ പോവരുത്. സമാധാനായില്ലേ? ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും?
സാരല്ല. എടാ റിയാസേ, നീ എന്താ കോളേജിൽ വരാത്തത്? നീ ഇല്ലാത്തത് കൊണ്ട് ഒരു ഹരവുമില്ല. നല്ലൊരു സിനിമ റിലീസായിട്ടുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് പോണം. നിങ്ങളുടെയൊക്കെ തന്തമാര് കൈക്കൂലി വാങ്ങി പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിച്ചത് നിങ്ങൾ തൂർത്തരയ്ക്കുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം കൂടി. പക്ഷേ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിലവഴിച്ച ചിക്കൻ്റെയും മട്ടൻ്റെയും കാശുണ്ടാക്കാൻ എൻ്റെ ഉപ്പയൊക്കെ അനുഭവിച്ച വേദന ഇന്ന് ഞാനും അനുഭവിച്ചു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? എൻ്റെ സുഹൃത്തുക്കളുടെ പട്ടികയിൽ നിന്ന് കുറെ പേരുകൾ ഞാൻ വെട്ടിക്കളഞ്ഞു. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുമുണ്ട്. നിങ്ങൾക്കിനി മടങ്ങിപ്പോവാം.